അവസാന നിമിഷങ്ങളെല്ലാം തന്നെ തൻ്റെ അച്ഛന് ഒരു കുറവും വരുത്താതെ സിന്ധു നോക്കിയിരുന്നു എന്ന് മനസ്സിലാക്കുന്ന ചില വീഡിയോകളാണ് സിന്ധു കൃഷ്ണ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. അച്ഛന് ഒരുപാട് സ്ഥലങ്ങളിൽ പോകണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് എവിടെയും പോകാൻ പറ്റാത്തതിൻ്റെ വിഷമം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഒരു ഹോം നേഴ്സിനെ ഏർപ്പാടാക്കിയത്. അപ്പോൾ തന്നെ ആ ഹോം നേഴ്സിൻ്റെ കൂടെ പോകാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ അദ്ദേഹം പോകുമായിരുന്നു. ഇപ്പോൾ ആ ഹോം നേഴ്സിനും നന്ദി പറഞ്ഞ് സിന്ധു എത്തുകയാണ്. അവസാന നാളുകളെല്ലാം അദ്ദേഹത്തിന് എവിടെയൊക്കെ പോകണമോ അവിടെയെല്ലാം കൊണ്ടുപോയത് നീയാണ്. നിന്നോടുള്ള നന്ദി ഞങ്ങൾക്ക് എത്ര പറഞ്ഞാലും മതിയാകില്ല. അത്രമാത്രം സ്നേഹവും ഞങ്ങൾക്ക് പങ്കുവയ്ക്കാനുണ്ട്. അച്ഛനില്ല എന്നുള്ള വിഷമം ഞങ്ങളെ താങ്ങാനാവുന്നതിലും അപ്പുറമാണ്. മരണം സംഭവിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടും ഇപ്പോഴും ഡാഡിയുടെ വീഡിയോകൾ പങ്കുവെച്ച് തീരാതെയാണ് സിന്ധു നിൽക്കുന്നത്. ഡാഡിയുടെ ഓർമ്മകളിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. എന്തു പറഞ്ഞ് ഞങ്ങൾക്ക് എങ്ങനെ ആളുകളെ അടുത്ത് സംസാരിക്കണമെന്ന് പോലും അറിയില്ല. നല്ല വിഷമം ഉള്ളിലുണ്ട്. ഇപ്പോഴാണ് മനസ്സിലാകുന്നത് ഡാഡി ഞങ്ങളെ വിട്ട് പോയി എന്നും ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നൊക്കെ. ആ ബോധത്തിൽ ഇപ്പോഴാണ് കഴിയുന്നത്. ആ ഒരു കാര്യം ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതും. അതിൻ്റെ ഒരു ചെറിയ വിഷമം ഞങ്ങളുടെ ഉള്ളിലുണ്ട്. ഇത്രയും നാളും ഡാഡി ഇല്ലാത്തൊരു ദിവസം പോലും ഞങ്ങളുടെ ജീവിതത്തിലില്ലായിരുന്നു. എനിക്ക് വേണ്ടിയും എൻ്റെ സഹോദരിക്ക് വേണ്ടിയും അഘോരാർത്ഥം പ്രവർത്തിച്ച ഒരു വ്യക്തി തന്നെയാണ് ഞങ്ങളുടെ ഡാഡി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മരണം ഞങ്ങളെ എത്രമാത്രം വേദനിപ്പിച്ചു എന്ന് പറയാൻ സാധിക്കില്ല. അവസാന നാളുകളെല്ലാം അദ്ദേഹത്തിന് പോകേണ്ടിടത്തൊക്കെ പോകാൻ സാധിച്ചു. മക്കളോടൊപ്പമുള്ള തിരക്ക് കാരണം പലപ്പോഴും എനിക്ക് ഡാഡിയെ പലയിടത്തും കൊണ്ടുപോകാൻ സാധിക്കാറില്ല. പക്ഷേ അതെല്ലാം മാറ്റിയത് ഈ ഹോം നേഴ്സ് വന്നതിന് ശേഷമാണ്. അവർ നല്ല സുഹൃത്തുക്കളായി. വേഗമായിരുന്നു സുഹൃത്തുക്കളായത് എന്നുകൂടി പറയണം. അതുകൊണ്ട് തന്നെ അവസാന ദിവസങ്ങളിലെല്ലാം ഡാഡിക്ക് എവിടെ പോകണമോ അവിടെയെല്ലാം അവൻ കൂടെ പോകുമായിരുന്നു. എവിടെ പോയാലും എനിക്ക് വീഡിയോ അയച്ചു തരും. സന്തോഷിച്ച് ചിരിച്ച് തുള്ളിച്ചാടി നിൽക്കുന്ന ഡാഡിയെ എനിക്ക് കാണാൻ പറ്റിയത് അവൻ കാരണം തന്നെയാണ്. അങ്ങനൊരു സന്തോഷം കൂടി എനിക്കുണ്ട്. സാധാരണ മരിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് റിഗ്രറ്റുകൾ പേറി ജീവിക്കേണ്ടി വരും. അവരുടെ കൂടെ സമയം ചെലവഴിച്ചില്ല എന്നത്. എന്നാൽ ഞാൻ എല്ലാ ദിവസവും ഡാഡിയെ കാണാൻ പോകും. കുഞ്ഞുണ്ടെങ്കിലും ഞാൻ ഡാഡിയെ കാണാൻ പോകാൻ മറക്കാറില്ല. എന്നാൽ എനിക്ക് ഡാഡിയോടൊപ്പം എല്ലാ സ്ഥലങ്ങളിലും പോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് ഡാഡി ഒരിക്കലും പോകാതിരിക്കരുത് എന്നുള്ളത് കൊണ്ട് ഹോം നേഴ്സിനെ ഏർപ്പാടാക്കിയത്. അമ്മയ്ക്ക് എല്ലായിടത്തും പോകാൻ സാധിക്കില്ല. പക്ഷേ ഹോം നേഴ്സ് വന്നതിന് ശേഷം ഡാഡിക്ക് എവിടെയൊക്കെ പോകുമോ ഒരു മകനെപ്പോലെ അവൻ കൂടെ നിന്ന് കൊണ്ടുപോയി. അത് പറഞ്ഞേ മതിയാകൂ. അങ്ങനെ ആരും അധികവും കൂടെ നിൽക്കില്ല. ഞങ്ങൾ എപ്പോഴും പറയുന്നത് പോലെ അവനെ കിട്ടിയത് ഞങ്ങളുടെ ഒരു ഭാഗ്യം തന്നെയാണെന്നും സിന്ധു പറയുന്നുണ്ട്. ഇപ്പോഴും വിഷമിച്ച് തന്നെയാണ് സിന്ധുവിൻ്റെ കുടുംബം ജീവിക്കുന്നത്. എങ്ങനെയൊരു ആ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കണമെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നാണ് സിന്ധു പറയുന്നത്. ഇപ്പോഴും അച്ഛൻ മരിച്ചുവെന്ന് വിശ്വസിച്ചിട്ടില്ല എന്ന് സിന്ധു പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.